ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് എന്താണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഹബക്കൂക്കിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 19 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. 17-ാമത്തെ വാക്യം ഒരല്പം നീണ്ട വാക്യമാണ്. 17-ാമത്തെ വാക്യത്തിൽ ഇവിടെ ദൈവത്തിൻ്റെ പ്രവാചകൻ പറയുകയാണ്, അത്തിവൃക്ഷം തളിർക്കയില്ല. അത് തുടങ്ങുന്നത് തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയോടുകൂടിയാണ്. അത്തിവൃക്ഷം എന്താണ്? തളിർക്കയില്ല. മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകയില്ല. ഒലിവുമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും. നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും. ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കില്ല. ഇവിടെ ഒരു കൂട്ടം നീണ്ട ലിസ്റ്റ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പ്രവാചകൻ്റെ ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള ഒരു കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിട്ട് 18-ാമത്തെ വചനത്തിൽ പറയുകയാണ്, എങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള എല്ലാ തകർച്ചകളും എല്ലാ പ്രതിസന്ധികളും നിൽക്കുമെങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ഞാൻ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള പ്രതിസന്ധികൾ, നിരാശകൾ നോക്കിയിട്ട് ഇരിക്കാനല്ല ഞാൻ എന്ത് ചെയ്യാണ്, എങ്കിലും ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിരിക്കുക, പക്ഷേ എങ്കിലും ഞാൻ എൻ്റെ ദൈവത്തിൽ എന്ത് ചെയ്യും? ആനന്ദിക്കും. പറയുവാണ്, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയെ കർത്താവ് എൻ്റെ ബലമാകുന്നു. ഇങ്ങനെയാണ് 18-ാമത്തെ വചനം പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന എന്നെ അടക്കം നമ്മൾ ഓരോരുത്തരും നമ്മളെ ശോധന ചെയ്യുമ്പം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കാതിരിക്കുമ്പോൾ, അത്തിവൃക്ഷങ്ങൾ തളുക്കാതിരിക്കുമ്പോൾ, മുന്തിരിവള്ളി അനുഭവം തരാതിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോടുള്ള സമീപനം എങ്ങനെ? ഈ പ്രവാചകൻ പറഞ്ഞതുപോലെ എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കുമെന്ന് പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മൾ പൊതുവെ നമ്മുടെ ജീവിതത്തിലൊരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധി പോയിരുന്ന് ഒരുപാട് പിറുപിറുക്കാനും ദൈവത്തോട് ഒരുപാട് പരാതി പറയാനും പിറുപിറുക്കാനാണ് നമ്മൾ പൊതുവെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഉണ്ടാകാറുള്ളത്. നമ്മൾ ദൈവസന്നിധിയിൽ എങ്കിലും ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തെ സന്തോഷിക്കുമെന്നോ കർത്താവിൻ്റെ രക്ഷയുടെ ദൈവത്തെ ഘോഷിച്ച് ഉല്ലസിക്കുമെന്നോ പറയാൻ നമുക്ക് കഴിയാറുണ്ടോ? ഇതൊക്കെയാണെങ്കിലും കർത്താവ് എൻ്റെ ബലമാണെന്ന് പറയാൻ നമുക്ക് കഴിയാറുണ്ടോ? പലപ്പോഴും നമുക്ക് കഴിയാറില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ദൈവവചനം പറയുക, ഇതുപോലെ ഈ പ്രവാചകനെ പോലെ ഒരുപാട് നെഗറ്റീവ്സ് ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നമ്മുടെ ജോലിയുടെ വിഷയങ്ങളായിരിക്കാം, നമ്മുടെ ജീവിത പ്രശ്നങ്ങളായിരിക്കാം, അങ്ങനെ ഒരുപാട് നെഗറ്റീവ് തിങ്സ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പം ദൈവമേ ഇതെല്ലാം കൂടെ എൻ്റെ ജീവിതത്തിൽ എനിക്കെങ്ങനെ താങ്ങാൻ പറ്റും ദൈവമേ എന്ന് പറഞ്ഞ് പരാതി പറയുന്ന അനുഭവമായിരിക്കാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ളത്. പക്ഷേ ഈ പറയുന്ന എൻ്റെ അടക്കം ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കും. പക്ഷേ ദൈവാത്മാവ് നമ്മളോട് ഓരോരുത്തരും എന്നോട് കൂടെ സംസാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താ? ഈ പ്രവാചകനെ പോലെ എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള പ്രതിസന്ധികൾ കടന്നു വരുമ്പം, പ്രതിസന്ധിയുടെ മുന്നിൽ നമ്മൾ നിൽക്കുമ്പം ഇതൊക്കെ ഇരുന്നോട്ടെ, ഈ പ്രതിസന്ധികളൊക്കെ അവിടെ ഇരുന്നോട്ടെ, പക്ഷേ എങ്കിലും ഞാൻ എൻ്റെ യഹോവയിൽ ആനന്ദിക്കും. ഞാൻ എൻ്റെ കർത്താവിനെന്താ രക്ഷയുടെ ദൈവത്തെ ഘോഷിച്ചുല്ലസിക്കും. യഹോവ കർത്താവ് എൻ്റെ ബലമാകുന്നു. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ദൈവം എൻ്റെ ബലമാണെന്ന് ഉറച്ച് പറയാൻ കഴിയുമോ? എങ്കിൽ ഈ 19-ാമത്തെ വചനം വായിച്ചു നോക്കുമ്പോൾ ഇവിടെ പറയുകയാണ്, അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു. പേടമാൻ്റെ കാൽ പോലെ കാലാക്കി മാറ്റിയിട്ട് ഉന്നതികളിൽ നടക്കുമാറാക്കുന്ന ഒരു അനുഭവം. അപ്പോൾ ഇവിടെ ഒരുപാട് നെഗറ്റീവ് അനുഭവങ്ങൾ കടന്നു വന്നപ്പോഴും ദൈവസന്നിധി പിറുപിറുക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന് നന്ദി കരയറ്റിക്കൊണ്ട് കർത്താവിൽ എന്താണ് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ആശ്രയം നമുക്കിവിടെ കാണുന്നത്. കർത്താവ് എൻ്റെ ബലമെന്ന് പറഞ്ഞ് കർത്താവിൽ ആശ്രയിച്ച് നിൽക്കുന്ന പ്രവാചകൻ്റെ കാലിനെ മാൻപേടെ കാലിന് തുല്യമാക്കിയിട്ട് ഉന്നതികളിൽ നടത്തുമാറാക്കുന്നൊരു ദൈവമുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ചില പ്രതിസന്ധികളും ചില നെഗറ്റീവ്സും കടന്നു വരുമ്പം നമ്മളാരും ദൈവസന്നിധി പിറുപിറുക്കാതെ ഈ ദൈവത്തിൽ എൻ്റെ ആശ്രയമാണ്, എൻ്റെ ബലമാണെന്ന് പറയുമ്പം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മളെ ഉന്നതികളിൽ നടക്കുമാറാക്കുന്ന അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോകും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും ഈ വചനം കേൾക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ടും ഇവിടെ ഈ പ്രവാചകൻ്റെ ജീവിതത്തിൽ നോക്കിയാൽ ഒരു നന്മയും ഇവിടെ കാണാനില്ല. അത്തിവൃക്ഷമാകട്ടെ, മുന്തിരിവള്ളിയാകട്ടെ, ഗോശാലയിലാകട്ടെ, എവിടെയും ഒരു നന്മയും കാണാനില്ല. അതുപോലെ ജീവിതത്തിൽ ഒരുപാട് വലഞ്ഞിരിക്കുന്ന ആരെങ്കിലും വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, ദൈവമേ ഇതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വചനം കേൾക്കുവാണെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, അങ്ങയിൽ ഞാൻ ഘോഷിച്ചുല്ലസിക്കട്ടെ, അപ്പം അങ്ങയിൽ ഞാൻ ആനന്ദിക്കട്ടെ. എൻ്റെ ഈ
എൻ്റെ ഈ ഭൗതിക നന്മകളിലല്ല കർത്താവെ, അങ്ങയിൽ എനിക്ക് ആശ്രയം കണ്ടെത്തുവാൻ കഴിയണം. അങ്ങനെയാകുമ്പോൾ കർത്താവെ, അങ്ങ് എൻ്റെ ബലമാണെന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അപ്പച്ച, എൻ്റെ കാലുകളെ മാൻപേയുടെ കാലുകൾക്ക് തുല്യമാക്കി എന്നെ ഉന്നതികളിൽ നടക്കുമാറാക്കുന്ന ഒരു ദൈവസ്നേഹം ഞാൻ കാണുവാനിടയാകും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ആമേൻ.